ഹലോ എവരി വൺ, വെൽക്കം ടു മാത്സ് ബൈ മനു. നമ്മൾ നോക്കുന്നത് ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് ആണ്. അല്ലേ, ട്രിഗണോമെട്രി എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ കിളിക്കും അല്ലേ. കുറേ പേർക്ക് ഏറ്റവും ബോർഡ് എക്സാമിന് ഏറ്റവും ടഫായിട്ട് മാറുന്ന ചാപ്റ്ററും ട്രിഗണോമെട്രിയാണ്. സോ അതിൻ്റെ ഐഡൻറ്റിറ്റീസ് നമ്മളിപ്പോൾ മറന്നു പോയാലും നമുക്ക് എങ്ങനെ എക്സാമിന് അത് പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് നോക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ആൻസർ പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം അങ്ങനെ ചെയ്തത്. ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടഫാണ് തോന്നുന്ന ഫോമുലേഴ്സ് എല്ലാം, അഥവാ മറക്കും തോന്നുന്ന ഫോമുലേഴ്സ് എല്ലാം ഞാൻ ആൻസർ പേപ്പറിൻ്റെ അവസാനം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് മറക്കത്തില്ല നമ്മൾ, അഥവാ മറന്നാലും നമുക്ക് റെഫർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് നിങ്ങൾ മറക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിന്ന് നോക്കാം. ഓക്കെ, എക്സാമിന് 13 മാർക്കാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഏത്? ട്രിഗണോമെട്രിയും ആപ്ലിക്കേഷൻസും ട്രിഗണോമെട്രിയും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമിന് എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് നോക്കേണ്ടി വരും വേറെ ആളുടെ പേപ്പർ. അതൊന്നും വേണ്ട. ഓക്കെ, അതിനൊരു ഈസി വേ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. യെസ്, പിന്നെ അതേപോലെ തന്നെ എക്സാമിന് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ദിസ് കറക്റ്റ് ടൈം. ഇപ്പോൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പ്രീ ബോർഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ ട്യൂഷനിലൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം NCERT പഠിപ്പിക്കും പിള്ളേരെ, എന്നിട്ട് ബോർഡ് എക്സാമിൻ്റെ RD ശർമ്മ നോക്കും, റെഫർ ചെയ്യും, പിന്നെ അതേപോലെ ഓസോണിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മാത്സ്. ഓക്കെ, സോ ഇപ്പോൾ സയൻസോ സോഷ്യലൊക്കെ ആണെങ്കിൽ എക്സാമിന് തലേ ദിവസം പഠിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷേ മാത്സ് എക്സാമിന് തലേ ദിവസം പഠിച്ചാൽ എന്തെങ്കിലും ആവുമോ? ഒന്നും ആവത്തില്ല. അപ്പോൾ ഇപ്പോൾ തുടങ്ങാൻ കണ്ടോ. ഓക്കെ, നമ്മൾ ഈ ചാനലിൽ നമ്മൾ ബേസിക്കലി എന്താണ് ഇതേപോലെ മാത്സിൻ്റെ പല പല ടോപ്പിക്കിനും സബ് ടോപ്പിക്സും നമ്മളിങ്ങനെ വീഡിയോസ് ഔട്ടാക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഒരു മാരത്തോൺ തന്നെ നമ്മളുടെ ചാനലുണ്ടാവും. ഓക്കെ, സോ അതിന് സബ്സ്ക്രൈബ് ചെയ്യും. സോ ഇവിടെ മാത്സ് ബൈ മനു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ, റൈറ്റ് ട്രയാങ്കിൾ എന്താ? നമുക്ക് A ഉണ്ട്, B ഉണ്ട്, പിന്നെ അതേപോലെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, മറ്റേ 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടനസ് സിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു 90 ഡിഗ്രി ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് എ 90 ഡിഗ്രി ആംഗിൾ, ഈ 90 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? സി അല്ലേ. അപ്പോൾ സീനെ വിളിക്കുന്ന പേരെന്താണ്? മനു എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. സീനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടനസ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി പറഞ്ഞാൽ ഏതായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യാൻ പറ്റുക? പൈതഗോറസ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് പൈതഗോറസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, എന്താണ് ഈ പൈതഗോറസ് പ്രോപ്പർട്ടി? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഇവിടെ ഹൈപ്പോട്ടനസ് ഏതാ? 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഏതാണോ അതല്ല ഹൈപ്പോട്ടനസ്. 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഏതാണോ അതാണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇവിടെ നമ്മൾ C ആണ് ഹൈപ്പോട്ടനസ്. പിന്നെ ഈ B എന്താ? അത് ബേസ്. A എന്താ? A ആണ് നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് അല്ലേ. സോ ഇവിടെ നോക്ക്. സോ എന്ത് വരും മക്കളെ? ഹൈപ്പോട്ടനസ് പറഞ്ഞാൽ C സ്ക്വയർ ഈസ് ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് A സ്ക്വയർ. C സ്ക്വയർ ഈസ് ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് A സ്ക്വയർ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? ഞാൻ ഇതിനെല്ലാം ഡിവൈഡഡ് ബൈ C സ്ക്വയർ ചെയ്യണം. ഞാൻ എല്ലാത്തിനും ഡിവൈഡഡ് ബൈ C സ്ക്വയർ ചെയ്യണം. ഡിവൈഡഡ് ബൈ C സ്ക്വയർ വരുമ്പോൾ എന്താവും നോക്കിയേ? C സ്ക്വയർ. ഓക്കെ, ഞാൻ ആ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. C സ്ക്വയർ ഡിവൈഡഡ് ബൈ C സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ ഡിവൈഡഡ് ബൈ C സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഡിവൈഡഡ് ബൈ C സ്ക്വയർ അല്ലേ. എല്ലാവരും ഞാൻ C സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താവും? C സ്ക്വയർ ക്യാൻസൽ ആവും. 1 ഈക്വൽ ടു B സ്ക്വയർ ബൈ C സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ C സ്ക്വയർ എന്ന് വരും. ഇനി ഞാൻ ചോദിക്കാം, നമ്മൾ ഈ ഫിഗറിന് സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് A ബൈ C അല്ലേ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു A ബൈ C. കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് B ബൈ C. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഇത് നോക്ക്, നമുക്കിവിടെ A ബൈ C ഉണ്ട് അല്ലേ. A ബൈ C എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പോൾ A സ്ക്വയർ ബൈ C സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. ഇനി B ബൈ C കോസ് തീറ്റയാണ്. അപ്പോൾ B സ്ക്വയർ ബൈ C സ്ക്വയർ എന്തായി മാറും? കോസ് സ്ക്വയർ തീറ്റ അല്ലേ. സോ ദാറ്റ് ബിക്കംസ് കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1. സോ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഐഡൻറ്റിറ്റി. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1. കണ്ടോ, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ആദ്യത്തെ ഐഡൻറ്റിറ്റി ഡിറൈവ് ചെയ്യാൻ പറ്റും.
ഇനി രണ്ടാമത്തെ ഐഡൻറ്റിറ്റി ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ടു ഡിറൈവ് ദ സെക്കൻഡ് ഐഡൻറ്റിറ്റി വാട്ട് വി ആർ ഡൂയിങ് ഈസ്, നോക്ക്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 നമുക്കറിയാം. ഇതിനെ എല്ലാവരെയും ഞാൻ കോസ് സ്ക്വയർ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവരെ എല്ലാവരെയും ഞാൻ കോസ് സ്ക്വയർ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 ബൈ കോസ് സ്ക്വയർ തീറ്റ, 1 ബൈ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നോക്കാം. എന്ത് വരും? നമുക്കിവിടെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്താ ഇവിടെ? സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? സോ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബൈ കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ കട്ടായി പോയിട്ട് 1 ആവും, ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്താ? സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐഡൻറ്റിറ്റി. കണ്ടോ, ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തെ ഐഡൻറ്റിറ്റി ഡിറൈവ് ചെയ്യാൻ പോകും. മൂന്നാമത്തെ ഐഡൻറ്റിറ്റി ഡിറൈവ് ചെയ്യാനും സെയിം ഇതേപോലെ തന്നെ. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ അത് ആദ്യം ഞാൻ എഴുതണം. ഓക്കെ, ഐ എം റൈറ്റിംഗ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 ആണ് അല്ലേ? ഇനി ഇവരെല്ലാവരും നമ്മൾ ആദ്യം എന്താ ചെയ്തത്? കോസ് സ്ക്വയർ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്തു. നമുക്കിനി ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? ഓക്കെ, സൈൻ സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പോൾ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്താ? കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്താ? കൊസീക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്? യെസ്, നമ്മളുടെ മൂന്നാമത്തെ ഐഡൻറ്റിറ്റി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ 3 ഐഡൻറ്റിറ്റീസും ഡിറൈവ് ചെയ്യാം. ആദ്യത്തെ ഐഡൻറ്റിറ്റി എന്താ ചെയ്തത്? നമ്മൾ പൈത്തഗോറസ് പ്രോപ്പർട്ടി എടുത്തു, ഹൈപ്പോട്ടനസ് വെച്ച് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 ഫുൾ LHS RHS കോസ് സ്ക്വയർ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തെ ഐഡൻറ്റിറ്റി എങ്ങനെ കിട്ടിയ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? അവരെ മൊത്തം നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 3 ഐഡൻറ്റിറ്റീസ് ഇവിടെ കിട്ടും. ഓക്കെ, നമുക്കിനി ഒരു MCQ നോക്കാം. ഇതാണ് MCQ. If 1 plus tan square theta, if 1 plus tan square theta into 1 minus sin square theta equals k, then the value of k ആണ് ചോദ്യം. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എളുപ്പമാണ്. ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? നമ്മൾ എവിടെയോ കണ്ടുപിടിച്ചു. എന്താ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താ? സീക്ക് സ്ക്വയർ തീറ്റ അല്ലേ? അത് എഴുതി കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ എഴുതാൻ പറ്റും? സീക്ക് സ്ക്വയർ തീറ്റ ഇൻറ്റു ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എവിടെ നോക്കിയേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് വരും മക്കളെ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എനിക്ക് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ആണ് കെ. ഈ സീക്കും കോസും എന്താണ്? നമ്മൾ പഠിച്ചായിരുന്നു ട്രിഗണോമെട്രി. എന്താ എൻ്റെ പിള്ളേർ തേങ്ങ നിങ്ങൾക്ക് അറിയത്തില്ല, എന്തുവാ നിങ്ങൾ കാണിക്കണേ? സീക്ക് തീറ്റയും കോസ് തീറ്റ എന്താണ്? സീക്കും കോസും റെസിപ്രോക്കൽസ് ആണ് അല്ലേ? അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ എനിക്ക് 1 ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് കെ എന്ന് പറയും. കോസും കോസും ക്യാൻസൽ ആവും, കെ ഈക്വൽസ് 1 വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് സീക്ക് റേസ് ടു 4 തീറ്റ മൈനസ് ടാൻ റേസ് ടു 4 തീറ്റ ഡിവൈഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റ എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമെന്നറിയോ? യെസ്, കിട്ടി. എളുപ്പമാട്ടോ. നമുക്കിവിടെ ഓൾജിബ്രൈക് ഐഡൻറ്റിറ്റീസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഏതാണ് ഇത്? സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ തീറ്റ അല്ലേ? ഇത് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ദാറ്റ് ഇംപ്ലൈസ്, ശ്രദ്ധിക്കാം, എനിക്കിങ്ങനെ എഴുതാൻ പറ്റും. സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? ഹോൾ ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റ.
ഇനിയിപ്പോൾ എന്താ ന്യൂമറേറ്ററിൽ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് എയും ഇത് ഫുൾ ബിയും പിന്നെ അവരുടെ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഹോൾ ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ് നമ്മളുടെ ഐഡൻറ്റിറ്റി വരാം. ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റി സേസ് വാട്ട്? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വിൽ ഗെറ്റ് യു ആസ് 1. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ ഇൻറ്റു 1 വരും. ഏതാണ് 1 ആയിട്ട് മാറുക? ഇത് ഫുള്ള്, ഈ യെല്ലോ കളർ ഫുള്ള് എന്തായി മാറും? 1 ആയിട്ട് മാറും. ഓക്കെ, പിന്നെ എന്താ ഉള്ളത് നമുക്ക്? ദാറ്റ് ഇംപ്ലൈസ് എന്താണ് കുട്ടികളെ? സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഹോൾ ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? ന്യൂമറേറ്റർ നമുക്ക് 2 ഡിഫറെൻറ്റ് ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ ബൈ സീക്ക് സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ ബൈ സീക്ക് സ്ക്വയർ. സോ ദാറ്റ് ഇംപ്ലൈസ് സീക്ക് സ്ക്വയർ തീറ്റ ബൈ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ സീക്ക് സ്ക്വയർ തീറ്റ. എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സീക്ക് സ്ക്വയറും കട്ടാവും. സോ ദാറ്റ് ഇംപ്ലൈസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ സീക്ക് സ്ക്വയർ തീറ്റയ്ക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ കുട്ടികളെ, ടാൻ തീറ്റ ബൈ സീക്ക് തീറ്റ പറഞ്ഞാൽ ടാൻ പറഞ്ഞെന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സീക്ക് തീറ്റ പറഞ്ഞെന്താ? 1 ബൈ കോസ് തീറ്റ. കോസും ക്യാൻസൽ ആവും. സോ വാട്ട് യു ഹാവിങ് ഹിയർ? ഓൺലി സൈൻ തീറ്റ. അപ്പോൾ ടാൻ സ്ക്വയർ ആകുമ്പോൾ 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് ആൻസർ വരിക. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്തത്? പവർ 4 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇഫ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഈക്വൽസ് എക്സ് ദെൻ സീക്ക് തീറ്റ ഈക്വൽസ് ആണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ, ഇത് MCQ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. എനിക്കൊരു 2022 23 അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ നമുക്ക് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് അറിയാം. നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കണം. ഇവിടെ സീക്ക് തീറ്റയും ടാൻ തീറ്റയും തന്നിട്ടുണ്ട്. സീക്ക് തീറ്റയും ടാൻ തീറ്റയും നമ്മൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? റിലേഷൻ ചോദിക്കുന്ന എന്തെങ്കിലും ഇക്വേഷൻ, എന്തെങ്കിലും ഐഡൻറ്റിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? യെസ്, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് 1. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റി വെച്ചാൽ നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് എഴുതാം സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 ആണെന്നറിയാം അല്ലേ. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നോക്കിയേ, ഈ സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ പറഞ്ഞാൽ ഏത് ഐഡൻറ്റിറ്റിയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി അല്ലേ. യെസ് ഓർ നോ? സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ അത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? ഇങ്ങനെ സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽസ് 1. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. സീക്ക് പ്ലസ് ടാൻ എക്സ് എന്നുണ്ട്. ആ സീക്ക് പ്ലസ് ടാൻ ഇവിടെ ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ. നമ്മുടെ ഐഡൻറ്റിറ്റിയിലെ സീക്ക് പ്ലസ് ടാൻ, ക്വസ്റ്റ്യനിൽ സീക്ക് പ്ലസ് ടാൻ രണ്ടും സെയിം. അത് എക്സ് ആണ് ഡിഫൈൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ ഹൗ ക്യാൻ ഐ റൈറ്റ് ഇറ്റ്? സോ എക്സ് ഇൻറ്റു യെസ് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽസ് 1. എക്സ് ഇൻറ്റു സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽസ് 1. ഈ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്തായി മാറും? നോക്കിയേ, ട്രാൻസ്പോസ് ചെയ്യും. എക്സിനെ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഡിവൈഡഡ് ബൈ എക്സ് ആവും അല്ലേ. സോ വാട്ട് ക്യാൻ ഐ റൈറ്റ് ചെയ്യാം? സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ്. യെസ്, നമുക്കിവിടെ നമുക്ക് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്തെങ്കിലും 1 ബൈ എക്സ് കിട്ടി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ക്വസ്റ്റ്യനിൽ സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എക്സ് തന്നിട്ടുണ്ട്. ഓക്കെ,
ക്വസ്റ്റൻ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എക്സ് തന്നിട്ടുണ്ട്. അതേപോലെ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ നമുക്ക് 1/x തന്നിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി നമുക്കിവിടെ എന്താ ചെയ്യാം? നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എന്താ? ടാനും ടാനും ക്യാൻസൽ ആവും. സോ വാട്ട് യു ഹാവ് ഹിയർ? 2 sec theta is equal to രണ്ടും ആഡ് ആവും x plus 1/x. LCM എടുത്താൽ into x. So x square plus 1/x. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2 sec theta is equal to x square plus 1/x ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താ 2 sec theta പറഞ്ഞാൽ എന്താ? 2 into sec theta അല്ലേ? അപ്പോൾ 2 into റൈറ്റിലേക്ക് പോകും. അപ്പോൾ എന്ത് വരും? sec theta is equal to x square plus 1/2x. ഇതാണ് ആൻസർ. നമുക്ക് എന്താ ക്വസ്റ്റൻ്റെ? x square plus 1/2x. യെസ്, ഓപ്ഷൻ എ. എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു കുട്ടികളെ? നമുക്ക് ആദ്യം എന്താ ചെയ്തത്? നമ്മൾ ഐഡൻറ്റിറ്റി എടുത്തു. എന്നിട്ട് എന്താ? അത് എക്സ്പാൻഡ് ചെയ്തു. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിട്ട് എക്സ്പാൻഡ് ചെയ്തത്. എന്നിട്ട് എന്താ? സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എക്സ് ആയി കൊടുത്തു. എന്നിട്ട് അതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 1/x. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എക്സ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ 1/x നമ്മൾ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു. എന്നിട്ട് എലിമിനേഷൻ മെത്തേഡ് ചെയ്തു. എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 sec theta is equal to x plus 1/x ആയി മാറും. എന്നിട്ട് എന്താ ചെയ്തത്? ഡിനോമിനേറ്ററിൽ LCM എടുത്തു. അപ്പോൾ ഇൻറ്റു എക്സ് പിന്നെ x സ്ക്വയർ പ്ലസ് 1/x കിട്ടി. 2 sec theta അല്ല വേണ്ട, നമുക്ക് sec theta മാത്രം മതി. അപ്പോൾ എന്താ? 2നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായി മാറി? ഡിവൈഡഡ് ബൈ 2x ആയിട്ട് മാറി. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് a cos theta plus b sin, ഇതൊരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ, വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇഫ് a cos theta plus b sin theta equals 4 and a sin theta minus b cos theta equals 3, then a square plus b square ആണ് ചോദ്യം. ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കേണ്ടത്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഡു വി നീഡ് ടു ഫൈൻഡ് ഹിയർ? വി ഹാവ് ടു ഫൈൻഡ് a സ്ക്വയർ ആൻഡ് b സ്ക്വയർ, ദാറ്റ് ഈസ് ആഡഡ് ടുഗദർ. അപ്പോൾ എ ക്വസ്റ്റ്യൻ അല്ല, എയും ബി ആണ്. ഇവരെ എ സ്ക്വയറും ബി സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഹോൾ സ്ക്വയർ ചെയ്യണ്ടേ? ഇതിനെ ഹോൾ സ്ക്വയർ ചെയ്യാം, അതേപോലെ ഇതിനെയും ഹോൾ സ്ക്വയർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ദാറ്റ് ഇംപ്ലൈസ്, ലിസൺ ചെയ്യാം, a cos theta plus b sin theta equals 4 ആണ് പറയാം. ഇവരെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യണം. ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു ഡു ഇറ്റ് ഓൺ ദ ബോത്ത് LHS ആൻഡ് RHS. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് വരും കുട്ടികളെ? a cos theta plus b sin theta equals 4 the whole square. അപ്പോൾ എന്താ? a plus b whole square എന്താണ്? a square. അപ്പോൾ a square cos square theta plus 2 into a cos theta into b sin theta plus b sin theta the whole square. അപ്പോൾ എന്താ? b square sin square theta അല്ലേ വരിക? അത് എഴുതണ്ട. b square sin square theta ഈക്വൽ 16 വരും. ഈക്വൽ 16 വരും. ഓക്കെ, ഇനി അതേപോലെ ഞാനത് ഹൈലൈറ്റ് ചെയ്യാം, എനിക്കിത് ആവശ്യമുണ്ട്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി എന്താണ്? രണ്ടാമത്തെ a sin theta minus b cos theta equals 3. ഓക്കെ, a sin theta minus b cos theta equals 3. ഇനി ഇവരും ഞാൻ ഹോൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 ഇൻറ്റു a സൈൻ തീറ്റ ഇൻറ്റു b കോസ് തീറ്റ പ്ലസ് b സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 9. ഇനി ഇവരെ ഞാൻ ബോക്സിലാക്കി എഴുതണം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1, ഓക്കെ, അതേപോലെ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആക്കാം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ആക്കുകയാണ്. എന്നിട്ട് ഇവരെ ആഡ് ചെയ്യണം. ആഡ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്നറിയോ? ഇവിടെ നോക്കിയേ,
ഇത് 2ab സൈൻ തീറ്റ കോസ് തീറ്റ, ഇത് മൈനസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റ. ഇവർ തമ്മിൽ കട്ടായി പോയില്ലേ? 2ab സൈൻ തീറ്റ കോസ് തീറ്റയും മൈനസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റ ഇവർ കട്ടായിട്ട് പോകും. സോ ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് എന്ത് വരും? എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 16 + 9 25. ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കണം. അല്ലേ, എനിക്ക് കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കണം. കോമൺ ഏതാ? എനിക്ക് ഇവർ രണ്ടുപേരും, ഇവരിൽ നിന്ന് കോമൺ എ സ്ക്വയർ എടുക്കാം, ഇവരിൽ നിന്ന് കോമൺ ബി സ്ക്വയർ എടുക്കാം. അല്ലേ, സോ വെൻ ഐ ടേക്ക് ലൈക്ക് ദാറ്റ് വാട്ട് ഡു ഐ ഹാവ്? എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 25. എന്താണ് നമ്മൾ ഐഡൻറ്റി? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? അപ്പോൾ ഇവരും 1 ആയിട്ട് മാറും, ഇവരും 1 ആയിട്ട് മാറും. സോ അൾട്ടിമേറ്റ്ലി എ സ്ക്വയർ ഇൻറ്റു 1 യു ഹാവ് എ സ്ക്വയർ, ബി സ്ക്വയർ ഇൻറ്റു 1 യു ഹാവ് ബി സ്ക്വയർ ഈക്വൽസ് 25. ടഫ് ടഫ്, നമ്മുടെ ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം അല്ലേ? സോ യെസ്, നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 25. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റീസും അതിന് ബന്ധപ്പെട്ട ഒരു 4 MCQs. ഓക്കെ, ഇത്ര മാത്രമല്ല MCQs അല്ല, കുറേ MCQs ഉണ്ട് ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റീസിൻ്റെ. ഓക്കെ, മേക്ക് ഷുവർ യു ഓൾ സോൾവ് ഇറ്റ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ് MCQs ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. യെസ്.